ഹരി ഓം. ഗുരുപരമ്പരാ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ ഈ ശ്രീനിധി നാരായണ നാമം. ശ്രീനിധി നാരായണ നാമത്തിലൂടെ ഗുരുവായൂരപ്പ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ നാമം ശ്രീ ഭഗവാനുവാച. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇങ്ങനെ പറഞ്ഞു: ദുഃഖിക്കരുത്. ഒരു വ്യക്തിയുടെ മാനസിക സംഘർഷം ഏതു മനുഷ്യനും ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അവ എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് രൂപത്തിലും ഭാവത്തിലുമാണെന്ന് അറിയില്ല. എന്തു ചെയ്യും, എന്തു ചെയ്യണം എന്നും അറിയില്ല. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മളെ ഉപദേശിക്കുവാനും സഹായിക്കുവാനും അർജുനന് ഗുരുവായും സുഹൃത്തായും ശ്രീകൃഷ്ണനുണ്ടായതുപോലെ നമുക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിൽ എന്ന് ആശിച്ചു പോകും. ആരുമുണ്ടാകില്ല എന്ന് കരുതി നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. നമുക്ക് ഭഗവത്ഗീതയുണ്ട്. ഭഗവത്ഗീതയിലെ ഭഗവാന്റെ ഉപദേശങ്ങളിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. അവ നമ്മെ ഏതൊരാളെയും വിഷാദത്തിൽ നിന്ന് പ്രസാദയോഗത്തിലേക്ക് നയിക്കും എന്നത് തീർച്ചയാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്ലോകങ്ങളിലൂടെ ഇങ്ങനെ പറഞ്ഞു: എല്ലാ തരത്തിലും ശ്രേഷ്ഠമായ ഭഗവാന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എന്നിൽ നീ പൂർണ്ണമായി മനസ്സർപ്പിക്കൂ, എൻ്റെ ഭക്തനായിരിക്കൂ, എന്നെ നമസ്കരിക്കൂ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി നീ എന്നിൽ വിലയിക്കും എന്ന സത്യം ഞാനിതാ പറയുന്നു. നീ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് എന്നെ മാത്രം ശരണം പ്രാപിക്കൂ. ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ്. നീ ദുഃഖിക്കുകയേ വേണ്ട. മാ ശുച, മാ ശുചഃ, ദുഃഖിക്കരുത്. ഏതൊരവസ്ഥയിലും ദുഃഖിക്കരുത്. വിഷാദരോഗിക്ക് വിദഗ്ധനായ ഒരു ഡോക്ടർ നൽകുന്ന തീവ്ര പരിചരണം പോലെയാണിത്. ഭഗവത്ഗീതയിൽ പല ശ്ലോകങ്ങളിലും ഭഗവാൻ ഇങ്ങനെ പറയുന്നുണ്ട്: നാനു ശോചിതുമർഹസി നൈനം ശോചിതുമർഹസി നത്വം ശോചിതുമർഹസി ന വികപിതുമർഹസി തത്ര കാ പരിദേവന. ഇങ്ങനെ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നൽകുന്ന മുഖ്യമായ ഉപദേശം: ദുഃഖിക്കരുത്, ഒന്നുകൊണ്ടും ദുഃഖിക്കരുത്, ഏതൊരവസ്ഥയിലും ദുഃഖിക്കരുത്, ആരെ ചൊല്ലിയും ദുഃഖിക്കരുത്, തളരരുത് എന്നൊക്കെയാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സന്തോഷം ആഗ്രഹിക്കുന്ന, സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സ്വീകരിക്കാവുന്ന ഒരു ഉത്തമ ശാസ്ത്ര ഗ്രന്ഥമാണ് ഭഗവത്ഗീത. നമുക്ക് എന്ത് നൽകണം, അല്ലെങ്കിൽ എന്ത് ലഭിക്കണം എന്ന് ഭഗവാന് അറിയാം. നാരായണ നാമം നമ്മൾ കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ നാരായണൻ തന്നെ നമുക്ക് വഴികാട്ടിയായി വന്നെത്തും, ഏതെങ്കിലും ഒരു രൂപത്തിൽ. ഇങ്ങനെയുള്ള ഭഗവത്ഗീതയുടെ ഗുണഫലങ്ങൾ നമുക്ക് അക്കമിട്ടു തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കാം. ഭഗവത്ഗീത നിത്യവും ഒരു ചടങ്ങായെങ്കിലും ഭക്തിപൂർവം പാരായണം ചെയ്യുന്ന ഒരാൾ ഭഗവാന് പ്രിയപ്പെട്ടവനായിരിക്കും. ഭഗവത്ഗീത ശ്രദ്ധാപൂർവം പഠിക്കുന്ന ഒരാൾ ഭഗവാന് പ്രിയപ്പെട്ടവനായിരിക്കും. ഭഗവത്ഗീത പഠിക്കാൻ യോഗ്യരായവരെ കണ്ടെത്തി പഠിപ്പിക്കുന്നയാൾ ഭഗവാന് പ്രിയപ്പെട്ടവനായിരിക്കും. ഭഗവത്ഗീത, നാരായണീയം തുടങ്ങിയ ഉത്തമ ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കുന്ന ആൾ ഭഗവാന്
പ്രിയങ്കരനായിരിക്കും. ഭഗവത്ഗീത പഠിപ്പിക്കുന്നവനും പഠിക്കുന്നവനും പ്രചരിപ്പിക്കുന്നതിന് പ്രയത്നിക്കുന്ന ഒരാളും ഭഗവാന് പ്രിയങ്കരനായിരിക്കും. ഇക്കൂട്ടത്തിൽ നമ്മളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടത് ചെയ്താലും മന്ത്രങ്ങളെക്കാളും പൂജകളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായത് ഭഗവത്ഗീത, നാരായണീയം എന്നിവ പഠനം, പഠിപ്പിക്കൽ, പ്രചരിപ്പിക്കൽ, ഇവയ്ക്കെല്ലാം വേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കൽ. ഹരി ഓം.